മുമ്പിലല്ല, തലസ്ഥാന നഗരിയിലല്ല. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദേശീയപാത നിർമ്മാണം ഇങ്ങനെ നടന്നു പോകുമ്പോ അതിന്റെ സൈഡ് ഭിത്തികൾ ഇടിഞ്ഞിട്ട് പാവപ്പെട്ട പിക്കപ്പിന്റെ ഡ്രൈവർ മരിച്ചു പോകുന്ന നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷകൾ, ജീവനുകൾ അപകടത്തിലാകുന്ന പുതിയ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തന്റെ തലസ്ഥാന നഗരമായ ക്യാപിറ്റൽ സിറ്റിയായ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇറാഖിന്റെ തീരത്തുള്ള ദിജില നദിയില് വെള്ളപ്പൊക്കമുണ്ടായി. നദിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയി. അതിലെ നടന്നു പോകുന്ന മനുഷ്യനല്ല, ഒരാട്ടിൻകുട്ടി ചത്തുപോയാൽ ഉമറിന്റെ സമാധാനം പറയുമെന്ന് പറഞ്ഞ് മദീനയിലിരുന്ന് കരയുന്ന ഖലീഫ. ഒന്നാലോചിച്ചു നോക്ക്. കേരള കർണാടക സംസ്ഥാന അതിർത്തി പങ്കിടുന്ന മംഗൽപാടിയിലെ ഒരു നദിയുടെ തീരത്തുള്ള സംരക്ഷണ ഭിത്തി ഇരിഞ്ഞ് അതിലൂടെ നടന്നു പോയ ഒരാട് ചത്തുപോയതിന്റെ പേര് തിരുവനന്തപുരത്ത് നിയമസഭയിൽ ഇരുന്നിട്ട് മന്ത്രിമാര് കരയുക. ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ഒരു ഭരണാധികാരിയെ, ആ ഭരണാധികാരിയിലേക്ക് വഴികാട്ടിയ പരിവർത്തനത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ. ഈ റമളാൻ ഖുർആനിലൂടെ നമുക്ക് ഈ പരിവർത്തനം ഉണ്ടാവണം. ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറണം. അങ്ങനെ നമ്മൾ ഖുർആനിന്റെ ഖാദിമീങ്ങളാവണം. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ എവിടെ എത്തിക്കണേ തമ്പുരാനെ. അഴിമതിയുടെ കണക്കുകൾ ഞാൻ ഇപ്പൊ ഇത് പറയാൻ പറ്റൂല, കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരണത് കൊണ്ട് നിങ്ങളിപ്പോ ഇതിനെ വേറെ പലതുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മളിപ്പോ പറയണതിന് വേറെ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുതിയ കാലത്ത് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റിൽ നടക്കുന്ന സഭയാണ്. എനിക്കിപ്പോ ആരും പ്രശ്നമല്ല, ഇമ്മ UDF ഇമ്മ LDF, നമുക്ക് രണ്ടും ആർക്കും വേണ്ടി പറയുന്ന ആളല്ല. പക്ഷെ പറയുമ്പോ നിങ്ങൾ അതിനെന്ത് ചെയ്യും? കണക്ഷൻ ചെയ്യും. ആ കണക്ഷൻ പൊതുമുതലുകൾ എവിടെയാണ് ഈ പരിവർത്തനം ഉണ്ടായത്? ആരാണ് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? 10 ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ് ആണോ? ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്നും ഒന്നിനെ ഒന്നോട് ബന്ധപ്പെടുത്തണ്ട. ചില പറയട്ടെ, ഇത് പടച്ചോനെ നിങ്ങളൊന്ന് തല പോലും ആട്ടാത്തത് എന്താ? ഒന്നൊന്നൊന്ന് അനങ്ങി. എന്നാലും ഈ പ്രസംഗം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഒന്നും ഇടയ്ക്കൊരു നാടൻ വർത്താനം പറയാം. ഓൾറെഡി സമയം പോയി. അത് കൃത്യമായിട്ട് അവസാനിപ്പിക്കണം. വിഷയത്തോട് നീതി പുലർത്തണം. അതുകൊണ്ടാണ് ഒരു സാധാരണ വർത്താനം പോലും പറയാത്തത്. നിങ്ങളിങ്ങനെ വളരെ ഗൗരവത്തില് ഇപ്പൊ പ്രസംഗം തന്നെ ഒരു വെല്ലുവിളിയാണ്. വരാതാ ബൈനഹുമാ ഹിജാബും വാലൽ അറാബി റിജാൽ. താഴെ കുറെ ആളുകള്, മേലെ കുറെ ആളുകള്, സ്വർഗത്തിന്റെ തട്ടുപോലെ അപ്പുറത്ത് ഇപ്പുറത്ത് വലതു ഭാഗത്ത് മുഅ്മിനാത്തുകൾ. ഇതെല്ലാരോടും നമ്മൾ ഈ അഭിസംബോധന ചെയ്യണം. ഒന്നാമത്തെ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നാടൻ വർത്താനത്തിലേക്ക് പോകാത്തത്. വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുക എന്നത്. എന്തിനാണ് നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ഇത്രയും ചെലവിൽ ഒരു അറബി കോളേജ്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? ആ ചോദ്യത്തിനൊക്കെ ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട്. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ. ഹബീബ, നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ ആ വഴികാട്ടി ഖുർആനായിരിക്കണം. ഖുർആനിന്റെ വഴിയിലൂടെ നടന്നാല് ഒരു നല്ല മനുഷ്യനുണ്ടാവും, ഒരു നല്ല സ്ത്രീ ഉണ്ടാവും. ഒരു നല്ല സ്ത്രീ ഉണ്ടാകണമെങ്കിൽ എവിടെ പോകണം? സൂംബ ഡാൻസ് കളിച്ചുണ്ടാവൂല. ഒരു നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആരുടെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ്? സഹോദര സഹോദരി, ഇപ്പൊ ഖുർആനിന് മുഴുവനും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വിപുലമായി പറയാൻ കഴിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പ്രിയപ്പെട്ട സഹോദരി, ഒരേ ഏറ്റവും നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എവിടെയാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ? സഹോദരി, ഏറ്റവും നല്ല സ്ത്രീ ആരാ? ഐശ്വര്യ റായ്, ലാറ ദത്ത, യുക്താമുഖി, ഇങ്ങനെ നമുക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. മദർ തെരേസ, അൽഫോൻസാമ്മ, ഇങ്ങനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്.
എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളാരെന്നറിയോ? ആ സ്ത്രീകള് ശരീര സൗന്ദര്യ പ്രദർശന മത്സരത്തില് സമ്മാനം മോഹിച്ചു കുമറേനിയെ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടിയിട്ട് സൗന്ദര്യ റാമ്പുകളിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യപട്ടം നേടിയ റാണിമാരല്ല, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളാരെന്നറിയോ? നേമൻ നിസാഉ നിസാഉൽ അൻസാർ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാരിയത്തായ സ്ത്രീകളാ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മദീനയിലെ സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകളായത് ഏതതിന്റെ പേരിലാ? അവരുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ പേരിലല്ല, അവരുടെ ഇൻസ്റ്റയുടെ ഫോളോവേഴ്സിന്റെ ആധിക്യത്തിലല്ല, 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളായത് എങ്ങനെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. ഓ നബിയേ, വകുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, തലയും മുഖവും മറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് അവരാരും ചോദിച്ചില്ല നബിയേ, ഈ ആയത്ത് മൻസൂഖാണോ, ഈ ഹദീസ് ലൈഫാണോ, ഇതിന്റെ സനദുകളുണ്ടോ, ഇത് മുത്തസിലാണോ, ഇത് മുൻഫസിലാണോ? ഇസ്ലാമിന്റെ കർക്കശമായ വിധി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ സഹാബത്തിനോട് ഓടിക്കൊടുത്തു, സഹാബാ, നിങ്ങളുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണേ. ആ സമയത്ത് അൻസാരികളായ സ്ത്രീകള് അവര് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, തണുപ്പുള്ള മദീനയില് പുതയ്ക്കാൻ ഉപയോഗിച്ച പുതപ്പ് കീറിയിട്ട് അവര് ടൈലറില്ലെന്ന് പറഞ്ഞില്ല, അത് തയ്ച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല, റമളാനാകട്ടെ എന്ന് പറഞ്ഞില്ല. ഖുർആനിൽ ഒരു ആയത്തിന്റെ നിയമം ഇറങ്ങിയപ്പോ അവര് പുതച്ച് മദീനത്തെ കൊടുമ്പിരി കൊള്ളുന്ന തണുപ്പത്ത് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചു കീറിയിട്ട് അവരുടെ മുഖം ഇങ്ങനെ മറച്ചു കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ ഹിജാബ് അണിഞ്ഞു നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തലമറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, ടൈലറില്ല, കട തുറന്നില്ല, സമയമായില്ല, യാതൊരുവിധ പ്രതിഫലങ്ങളില്ല, കിടക്കുന്ന പുതപ്പ് പുതത്ത് കീറിയിട്ട് തലമറച്ച മുഖം മറച്ച മദീനത്തെ സ്ത്രീകളാണ് നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. അവര് മദീനയിലെ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളാ. ഇൻസ്റ്റയിൽ ഒരു റീലിട്ടാലെന്താ, കല്യാണത്തിനൊന്ന് തുള്ളിച്ചാടിയാലെന്താ, എന്റെ കുടുംബക്കാരുടെ കൂടെയല്ലേ, തലേ ദിവസമല്ലേ, ഒരു റീലൊക്കെ എടുത്താൽ പ്രശ്നമെന്താ? ഇല്ല സഹോദരി, ഇല്ല. പക്ഷേ ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ. നാളെ കത്തിക്കാളുന്ന നരകം പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല സ്ത്രീയെ സൃഷ്ടിച്ച ആ വഴികാട്ടിയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ. ഒറ്റ ആയത്ത്, കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, പുതച്ചു കിടക്കണ പുറപ്പ് വലിച്ചീറിയിട്ട് ഒരു മുഖം മറച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, പക്ഷെ ഉൾക്കൊണ്ടാൽ അതൊരു പുളകമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, പൊതു ഖജനാവിനെ സ്വീകരിച്ച ആൾ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധിക മനോഹര നൂറുല്ലാഹ്
അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗദി ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഇതിനകത്ത് ഇപ്പൊ ചൊല്ലാൻ പേടിക്കാനൊന്നുമില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. ഇനിയിപ്പോ പേടിച്ചിട്ട് ചെല്ലാത്താണോ എന്ന് അറിഞ്ഞൂടാ. ആ താളം കേട്ടിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. മാഫി കൽബി ഗൈറുള്ള, എന്റെ കൽബില് എന്റെ ഹൃദയത്തില് റബ്ബല്ലാതെ മറ്റൊരാളില്ല. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു, അള്ളാഹുവിന്റെ നൂറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ പാരമ്പര്യമായി പരമ്പരാഗതമായി നമ്മുടെ തായ്വടിയിൽ പറഞ്ഞു തന്ന മനോഹരമായ, നമ്മുടെ നെഞ്ചിലുടക്കി നിന്ന ഒരു ആദർശത്തിന്റെ തൗഹീദിന്റെ മന്ത്രമാണിത്. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങാനും എൻ്റെ വീട്ടില് പഴയ വീഡിയോ കോണിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിട്ട് മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എൻ്റെ വീട്ടിൽ ഇത് കയറ്റിയാൽ മലക്കുകൾ ഈ വീട്ടിൽ കയറൂലൗണ് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മൂമ്മമാരുണ്ട്, നമ്മളെ ദീൻ പഠിപ്പിച്ചു തന്നവര്. ഇപ്പൊ അവര് സ്വന്തം റീലിടാൻ തുടങ്ങി. ആ കെട്ടകാലത്താണ് നന്മ പറഞ്ഞു തരാൻ ഒരാൾ പോലും ഇല്ല. ഇതാണ് നന്മ, ഇതിലേടൊക്കെ നടക്കൂ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അണ്ണൊന്ന് ഉറക്കെ പറയും. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗദി ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ്. ഉറക്കെ ഹസ്ബി റബ്ബി. മെല്ലെ നനങ്ങിയിട്ടുണ്ട്. ബദറിലും മികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ കവിത, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. ഇത് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കാൻ നോക്കട്ടെ. അല്ലാഹു അലൈസ മിൻകും റജുലുൻ റഷീദ്. ആരോ ഒരാൾ വായിക്കല് ഇത് കേട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി. ഒന്ന്. രണ്ട്. വഖാല റജുലു മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. എപ്പോഴും ഒരാളെങ്കിലും രണ്ടാളെങ്കിലും ഒരു വിശ്വാസത്തിന്റെ കണിക ചരിത്രത്തിൽ ഉണ്ടാകുന്നതാണ്. എന്താ ഇത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞതല്ല. കൗമാരത്തെ മുഴുവനും ഹൃദയത്തെ കീഴടക്കിയ ഈ റാപ്പി മ്യൂസിക്കിന്റെ നടുവിലല്ല ഇത്. ഇത് ഖുർആൻ, ഇത് ശുജായി മൊയ്ദ് മുസ്ലിയാർ പാടിയതാണ്. ഫൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇത് ശുജായി ചോദിക്കാൻ, എടാ മനുഷ്യ, നീ വലിയ അഹങ്കാരത്തിൽ നെഞ്ചും പിരിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ, നീ ആരാന്ന് നിനക്കറിയാമോ? ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട. എടാ മനുഷ്യ, എടാന്ന് നിങ്ങളെ എന്നെ വിളിക്കാനായിട്ട് എന്റെ ഇടയ്ക്കിടെ വേണം ഇറങ്ങി പോവാൻ. എടാ പൊട്ടാന്നല്ല ഫായാണ്. ഫൊട്ട, നീ ആരാടാ? വലിയ നെഞ്ചും വിരിച്ചു ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഫിർഔനിനെ മാതിരി. ഫിർഔൻ മാത്രമേ ചത്തിട്ടുള്ളൂ. ഫിർഔന്റെ ഫോട്ടോ സ്റ്റാറ്റ് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഖുർആൻ. കദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അക്കാബിറ മുജ്രിമീഹ എന്നാണ്. എല്ലാ ഖറിയയിലും ഒരു ഫറോവയെ പോലെയുള്ള ചിന്താഗതികളുള്ളവർ ലോകത്തുണ്ടാകുമെന്നാണ്. ഏകാധിപത്യം, സർവാധിപത്യം, സ്വേച്ഛാധിപത്യം, അതിന്റെ വിശ്വാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. നീ ആരാണ് നെഞ്ചും വിരിച്ച് ഞാൻ എന്ന് പറയാൻ? നീ ആരാ? നീ ഒരു കാലത്ത്
ചേർത്ത് പിടിച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന, കണ്ടാലുടൻ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു നീ നിന്റെ ജനനത്തിന് മുമ്പ്. ഇപ്പൊ നീ ആരാ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാഷ്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ്. അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട. ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയാൽ തണുത്ത് മരവിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഉമ്മറപ്പടിയിൽ മലത്തിക്കടത്തിയ ഒരു മൃതദേഹമാണ് നീ എന്ന് ശുജായി പാടുകയാണ്. ഇതെന്താ ഇത്? ഇത് ഖുർആന്റെ ഒരായത്തിനെ കവിതയായപ്പോൾ ഉണ്ടായ മനോഹരമായൊരു സംഗീതമാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് എവിടെയാണെന്ന് നീ നോക്കുന്നില്ലേ? അത് ശുജായി മൈദൂസിലായിട്ട് കവിതയാക്കി. ഖുർആനിനെ പോലൊരു സംഗീതം വേറെ എവിടെയാ ഉള്ളത്? ഞാൻ എന്റെ പുതിയ തലമുറയോട് പറയാൻ, ഖുർആനിനെ പോലെ മനോഹരമായൊരു സംഗീതം വേറെ എവിടെയുള്ളത്? ശുജായി നിർത്തിയിട്ടില്ല. പകൽ കണ്ണടച്ചാൽ ഉരുളാമോ പൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട, നട്ടാൽ പുൽ നെല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ടാ ചുറ്റുമോ പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. എടാ പൊട്ട, നിങ്ങളല്ലാട്ടാ, എടാ പൊട്ട, പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? വരുവോ? പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? ഇല്ല. ഫന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട, രാത്രിയിൽ പന്തം കൊളുത്തിയാൽ പകലാകുവോ? ഇല്ല. രണ്ടേ രണ്ടായത്ത് മനോഹരമായ കവിത. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇത് മരിച്ചെടുത്ത് ഓതാൻ മാത്രമുള്ളതാന്ന് അല്ല. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമായി വഴികാട്ടിയാകുമ്പോഴാണ് മരണശേഷം അത് പ്രയോജനം ചെയ്യുക.